ഹലോ ഗൈസ്, നമുക്കിന്ന് അഡോബി ഇല്ലുസ്ട്രേറ്റർ ലേറ്റസ്റ്റ് വേർഷൻ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്ന് നോക്കാം. നമ്മുടെ ലാപ്ടോപ്പ് ഓർ ഡെസ്ക്ടോപ്പ് PC-യിൽ ഓൾറെഡി സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഐക്കൺ സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ കൊടുക്കുക. വളരെ ഫാസ്റ്റായി നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇൻ്റർഫേസിൽ തന്നെ സ്റ്റാർട്ട് എ ന്യൂ ഫയൽ ഫാസ്റ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്. ഫാസ്റ്റായി ഡോക്യുമെൻ്റ് സൈസ് എടുക്കുവാൻ ഇത് സഹായിക്കും. മോർ പ്രീസെറ്റിൽ ക്ലിക്ക് ചെയ്താൽ ന്യൂ ഡോക്യുമെൻ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഏറ്റവും ടോപ്പിൽ തന്നെ റീസെൻറ്റ്, സേവ്ഡ്, മൊബൈൽ, വെബ്, പ്രിൻ്റ്, ഫിലിം ആൻഡ് വീഡിയോ, ആർട്ട് ആൻഡ് ഇലുസ്ട്രേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻസും അവൈലബിൾ ആണ്. ഇവിടെ നമ്മൾ പ്രിൻ്റ് എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻ്റ് സൈസുകൾ ഇവിടെ ലഭിക്കും. ഞാനിവിടെ A4 സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിൽ നമുക്ക് പോർട്രേറ്റ് മോഡ്, ലാൻഡ്സ്കേപ്പ് മോഡ്, അങ്ങനെ ഓറിയൻറ്റേഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. അതിനു മുകളിൽ പോയിൻറ്റ്സ്, പിക്സൽസ്, പിക്കാസ്, ഇഞ്ചസ്, ഫീറ്റ് ആൻഡ് ഇഞ്ചസ്, യാർഡ്സ്, മില്ലിമീറ്റർ, സെൻറ്റിമീറ്റർ, അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് നമുക്ക് കാണാം. ഇവിടെ ആർട്ട് ബോർഡ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ പേജ് എത്ര എണ്ണം വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്ത് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കിവിടെ കളർ മോഡ് CMYK ഓർ RGB കളർ മോഡാണ് ഉള്ളത്. ഇതിൽ CMYK നമ്മൾ പ്രിൻറ്റിംഗ് പർപ്പസിനും RGB സോഷ്യൽ മീഡിയ കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നു. ഇവിടെ കളർ മോഡിന് താഴെ റാസ്റ്റർ ഇഫക്ട്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. ഹൈ 300, മീഡിയം 150, സ്ക്രീൻ 72. നിങ്ങൾ വിചാരിക്കും PPI എന്താണെന്ന്. PPI എന്ന് ഉദ്ദേശിക്കുന്നത് പിക്സൽസ് പെർ ഇഞ്ച് ആണ്. ദ പിക്സൽ ഡെൻസിറ്റി ഓഫ് എ ഡിജിറ്റൽ ഇമേജ്. ഞാനിവിടെ CMYK കളർ മോഡ് സെലക്ട് ചെയ്ത് ക്വാളിറ്റി ഹൈ ക്വാളിറ്റി കൊടുത്ത് ക്രിയേറ്റ് ഓപ്ഷൻ കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ന്യൂ ഡോക്യുമെൻ്റ് ഓപ്പണായി വരും. നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ തന്നെ പുതിയൊരു ഡോക്യുമെൻ്റ് എടുക്കണമെങ്കിൽ Ctrl+N ഓർ Command+N പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു ന്യൂ ഡോക്യുമെൻ്റ് സെലക്ട് ചെയ്ത് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ആർട്ട് ബോർഡിൻ്റെ അവിടെ 2 എന്ന് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് 2 ആർട്ട് ബോർഡ് ക്രിയേറ്റ് ചെയ്ത് തരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഫസ്റ്റ് നിങ്ങൾ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുമ്പോൾ എല്ലാ ഓപ്ഷൻസും ഒന്ന് ചെക്ക് ചെയ്യുക. ഇവിടെ ടോപ്പിൽ ഫയൽ, എഡിറ്റ്, ഒബ്ജക്റ്റ്, ടൈപ്പ്, സെലക്ട്, ഇഫക്റ്റ്, വ്യൂ, വിൻഡോ, ഹെൽപ്പ് അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. അതിനടിയിൽ എന്തെല്ലാം ഓപ്ഷൻസ് ആണ് വരുന്നത് എന്ന് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓപ്ഷൻസ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്തൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്നും എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത് എന്നും പറഞ്ഞു തരാം. ഇവിടെ നിങ്ങൾ ഇപ്പോൾ ആർട്ട് ബോർഡ് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ സൈസ് വേണ്ട വേറെ സൈസിലേക്കാണ് മാറ്റേണ്ടത് എന്നുണ്ടെങ്കിൽ നമുക്ക് മുകളിൽ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഡോക്യുമെൻ്റ് സെറ്റപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ നിങ്ങൾക്ക് ഓപ്പൺ ആയി വരും. ഡോക്യുമെൻ്റ് സെറ്റപ്പ് എന്ന് പറഞ്ഞൊരു വിൻഡോ. ഇതിൽ നിങ്ങൾക്ക് ആർട്ട് ബോർഡ് എന്ന് പറയുന്ന ഭാഗം സെലക്ട് ചെയ്ത് എത്ര സൈസിലാണ് നമുക്ക് വേണ്ടത് എന്ന് ഉണ്ടെങ്കിൽ നമുക്കത് റീസൈസ് ചെയ്ത് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിവിടെ കാണിക്കുന്ന പോലെ നിങ്ങൾക്ക് ജസ്റ്റ് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഫസ്റ്റ് ടൈം നമ്മൾ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുമ്പോൾ എല്ലാ ഓപ്ഷൻസും അവൈലബിൾ ആയിരിക്കില്ല. ഈ ഒരു ഓപ്ഷൻ ഞാൻ പറയുന്നത് നിങ്ങളുടെ സോഫ്റ്റ്വെയറിൽ ഒന്ന് ചെക്ക് ചെയ്യുക. ഞാനിവിടെ മൗസ് സ്ക്രോൾ ചെയ്യുന്നതനുസരിച്ച് ഡോക്യുമെൻറ്റിൻ്റെ സൈസിൽ വ്യത്യാസം വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെ വരുന്നില്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന ഓപ്ഷൻസ് ഒന്ന് ചെക്ക് ചെയ്യുക. എഡിറ്റിൽ പ്രിഫറൻസ് എന്ന ഓപ്ഷനിൽ ജനറൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വരുന്ന വിൻഡോയിൽ ഇത്രയും കാര്യങ്ങൾ ടിക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇത്രയും ഓപ്ഷൻസ് നമുക്ക് ടിക്ക് ചെയ്താൽ മാത്രമാണ് നമ്മുടെ ഇല്ലുസ്ട്രേറ്റർ ഫയലിൽ അതെല്ലാം നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഷോ ടൂൾ ടിപ്സ്, ഷോ റിച്ച് ടൂൾ ടിപ്സ്, അങ്ങനെ ഈ കാണുന്ന ഓപ്ഷൻസ് എല്ലാം മാക്സിമം നിങ്ങൾ ടിക്ക് ചെയ്ത് വയ്ക്കുക. ഡിസൈനേഴ്സിന് കൂടുതൽ ഉപകരിക്കുന്ന ഒരു ഓപ്ഷനാണ് സൂം വിത്ത് മൗസ് വീൽ. അതായത് നമ്മൾ മൗസ് വീൽ ചെയ്യുന്നതിനനുസരിച്ച് സൂം ചെയ്ത് ഓട്ടോമാറ്റിക്കലി നമുക്ക് വർക്ക് ഫാസ്റ്റ് ആക്കാനായിട്ട് സാധിക്കും. ഈ ഒരു ഓപ്ഷൻ ടിക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വർക്ക് ഒന്നും കൂടെ ഫാസ്റ്റായി ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ ചെയ്യുന്ന ഓരോ
വർക്കും നമുക്ക് സൂം ചെയ്തും സൂം ഔട്ട് ചെയ്തും നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അതിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അടുത്തത് നമുക്ക് സെലക്ഷൻ ടൂള് പരിചയപ്പെടാം. സെലക്ഷൻ വി എന്ന ഷോർട്ട് കട്ടാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഇവിടെ ഒരു റെക്റ്റാങ്കിൾ വരച്ചു നോക്കാം. ഞാൻ ഇവിടെ ഒരു റെക്റ്റാങ്കിൾ വരച്ചു. അതിനുശേഷം ഒരു റൗണ്ട് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം സെലക്ഷൻ ടൂൾ എടുത്ത് നമ്മൾ ഓരോ ഒബ്ജക്റ്റും സെലക്ട് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ ഒബ്ജക്റ്റിനെ നീക്കാനായിട്ട് സാധിക്കും. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇതിനെ അലൈൻ ചെയ്യാം. ഞാൻ ഇവിടെ രണ്ടും സെലക്ട് ചെയ്ത് അലൈനിൽ ടോപ്പ് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ടോപ്പിലേക്ക് അത് അലൈൻ ചെയ്ത് നമുക്ക് കിട്ടും. അതിനുശേഷം സെക്കൻഡ് വൺ ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ, അതിൻ്റെ ഷോർട്ട് കട്ട് ക്യാപിറ്റൽ ലെറ്റർ എ, ഷോർട്ട് കട്ട് എ ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്കിങ്ങനെ സെലക്ട് ചെയ്ത് ഓരോ പോയിന്റും നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ഇതുപോലെ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓരോ പോയിന്റിലും അതിന് തൊട്ടപ്പുറത്തായിട്ട് ഒരു റൗണ്ട് ഷേപ്പ് ഉണ്ട്. ആ റൗണ്ട് ഷേപ്പിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ ഒരു കോർണറിനെ നമുക്ക് നല്ല രീതിയിൽ കർവ് ഡിസൈനായിട്ട് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ ഇതുപോലെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. പല ഡിസൈനും വരച്ച് നോക്കി അതിനെ എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ ഇഷ്ടാനുസരണം മാറ്റി നോക്കുക. നമുക്ക് സ്ട്രോക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സ്ട്രോക്ക് അവിടെ നൺ കൊടുക്കാം. കളർ നമുക്ക് ഫില്ല് ചെയ്യാം. ഞാനിവിടെ റെഡ് കളർ ഫില്ല് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം സ്ട്രോക്ക് ഇവിടെ ബ്ലാക്ക് ആണ് ഓൾറെഡി ഇപ്പോൾ ഉള്ളത്. ഞാനൊരു യെല്ലോ കൊടുക്കുന്നു. സ്ട്രോക്കിൻ്റെ വാല്യൂ കൂട്ടി കൊടുക്കുന്നു. നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ, അടുത്ത നമുക്ക് റൗണ്ട് ഷേപ്പ് നോക്കാം. റൗണ്ടിൽ ഞാൻ സ്ട്രോക്ക് മാത്രം ആഡ് ചെയ്യുന്നു. അതിൻ്റെ സ്ട്രോക്ക് വാല്യൂ നമുക്കിവിടെ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിവിടെ 20 കൊടുത്തപ്പോൾ അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് കാണാം അല്ലേ? ഞാനിവിടെ ഒരു പോയിൻ്റ് ഡിലീറ്റ് ചെയ്തു. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോയിൻറ്റ്സ് സെലക്ട് ചെയ്ത് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതേപോലെ ഡിസൈൻ ചെയ്ത് എടുക്കാവുന്നതാണ്. ആ പോയിൻ്റ് ക്ലിക്ക് ചെയ്ത് അതിന് നേരെ കാണുന്ന 2 പോയിൻ്റുകൾ വരും. ആ പോയിൻ്റിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ ഷേപ്പ് ഡിസൈൻ ചെയ്ത് എടുക്കേണ്ടത്. ഞാനിവിടെ ഒരു സ്റ്റാർ ഡിസൈൻ ചെയ്യാനായി എടുത്തു. അതിൻ്റെ പോയിൻറ്റ്സ് ഇവിടെ 5 എന്നുള്ളത് ഞാനൊരു 8 കൊടുക്കുന്നു. സ്ട്രോക്ക് വാല്യൂ ഓൾറെഡി കൂടിയാണ് ഇവിടെ കിടക്കുന്നത്. അത് ഇവിടെ മാറ്റി നോക്കാം. ഞാനിവിടെ 3 എന്ന് കൊടുത്തു. സ്ട്രോക്ക് ആൻഡ് ഫിൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു കേട്ടോ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഓരോ ടൂൾസും വിശദമായി പരിശോധിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ.